വെൽക്കം ടു ആൾ. ബികോം കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലുള്ള തേർഡ് ചാപ്റ്ററാണ് ബോണസ് ഷെയർസ് ആൻഡ് റൈറ്റ് ഇഷ്യൂ എന്നത്. അതിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പറയാൻ പോകുന്നത്. വാട്ട് ഈസ് സ്റ്റോക്ക് സ്പ്ലിറ്റ്? വാട്ട് ഈസ് റൈറ്റ് ഇഷ്യൂ? Give list of reserve which are not available for issue of bonus shares. What do you mean by bonus issue? Explain the advantages and disadvantages of bonus issue. ഇത്രയാണ് തിയറി ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളത് പ്രോബ്ലംസ് ആണ്. ഇനി അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ പറയാൻ പോകുന്നത്. ബോണസ് ഷെയർസ് ആൻഡ് റൈറ്റ് ഇഷ്യൂ. മീനിങ് ഓഫ് ബോണസ്. എന്താണ് ബോണസ് എന്ന് പറഞ്ഞാൽ? When a company earns more than its normal profit, the abnormal profit or surplus profit distributed to the shareholders is called bonus. ഒരു കമ്പനി ഓരോ ഫൈനാൻഷ്യൽ ഇയറിലും അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പ്രോഫിറ്റ് ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് നോർമൽ പ്രോഫിറ്റ്. പക്ഷേ ചില ഫൈനാൻഷ്യൽ ഇയറിൽ അവർ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും പ്രോഫിറ്റ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് അബ്നോർമൽ പ്രോഫിറ്റ് ഓർ സർപ്ലസ് പ്രോഫിറ്റ്. അപ്പോൾ അത് അവരെന്ത് ചെയ്യും? അവരുടെ ഷെയർ ഹോൾഡേഴ്സിന്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആ ഒരു പോർഷനെയാണ് എന്ത് പറയുന്നത്? ബോണസ് എന്ന് പറയുന്നത്. When a company distributes a part of its accumulated profit, it is also called bonus. അതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് ഈ ബോണസ് ഷെയർസിനെ പറയാം. ഒരു കമ്പനി അവരുടെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓരോ വർഷം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും ഒരു നിശ്ചിത ശതമാനം അവർ മാറ്റിവെക്കും പല ആവശ്യങ്ങളിലേക്കായിട്ട്, പല റിസർവുകളിലേക്കായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ പ്രോഫിറ്റ് ഒരുപാടുണ്ടെങ്കിൽ അതിൽ നിന്ന് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ബോണസ് ഷെയർസ് എന്ന് പറയാം. നെക്സ്റ്റ്, മെത്തേഡ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബോണസ്. 3 മെത്തേഡ്സുകളാണ് സാധാരണ ബോണസ് ഷെയർസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ബൈ ക്യാഷ് പേയ്മെൻറ്റ്, ക്യാഷ് ബോണസ് ആയിട്ട് കൊടുക്കുന്നു. രണ്ടാമത്തെയാണ് ബൈ ഇഷ്യൂയിങ് ബോണസ് ഷെയർസ്, ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ആയിട്ട് കൊടുക്കുന്നു. തേർഡ് വൺ ബൈ മേക്കിംഗ് പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ഇൻ ടു ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ്. അതിൽ ഒന്നാമത്തെ ക്യാഷ് പേയ്മെൻറ്റ് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ടേമാണ് ക്യാഷ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. കമ്പനിയുടെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഒരുപാടുണ്ട്, അപ്പോൾ അവർ ബോണസ് ആയിട്ട് എന്ത് ചെയ്യണേ? ക്യാഷ് ആയിട്ട് കൊടുക്കുന്നു. പക്ഷേ ഇങ്ങനെ ക്യാഷ് ആയിട്ട് കൊടുക്കുമ്പോൾ അത് കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റലിനെ അഫക്റ്റ് ചെയ്യും. കാരണം അവർക്ക് അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനും ഒക്കെ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഫ്യൂച്ചർ പർപ്പസിന് ആവശ്യമായിട്ടുള്ള അവർ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഈ പ്രോഫിറ്റിൽ നിന്നാണല്ലോ ഇത് കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് അവരുടെ വർക്കിംഗ് ക്യാപിറ്റലിനെ അഫക്റ്റ് ചെയ്യും ക്യാഷ് പേയ്മെൻറ്റ് നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിന് പകരമായിട്ട് കമ്പനി ചെയ്യുന്ന മറ്റൊരു മെത്തേഡാണ് ഇഷ്യൂയിങ് ബോണസ് ഷെയർസ്. ക്യാഷ് കൊടുക്കുന്നതിന് പകരം എന്ത് ചെയ്യാണ്? എക്സ്ട്രാ ഷെയർസ് കൊടുക്കുകയാണ്. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനാണല്ലോ ഈ ബോണസ് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് ക്യാഷ് കൊടുക്കുന്നതിന് ഈക്വൽ ആയിട്ടുള്ള ഷെയർ കൊടുക്കുക. സ്വാഭാവികമായിട്ടും കമ്പനിയിലുള്ള ഷെയർ ഹോൾഡേഴ്സിൻ്റെ അല്ലെങ്കിൽ ഷെയറിൻ്റെ എണ്ണം കൂടും. അപ്പോൾ ഒരാൾ അവിടെ നിലവിലുള്ള എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഒരാളുടെ കയ്യിൽ ഇപ്പോൾ 5 ഷെയർ ഉണ്ട്. അപ്പോൾ അയാൾക്ക് ബോണസ് ഷെയർസ് ആയിട്ട് കൊടുക്കുമ്പോൾ എക്സ്ട്രാ 2 ഷെയറും കൂടെ കിട്ടും. അപ്പോൾ അയാൾക്ക് ഇനി ഉണ്ടാകാൻ പോകുന്ന ഷെയറുകൾ എന്ന് പറയുന്നത് 7 ഷെയർക്കും. അങ്ങനെ ഓരോ ഷെയർ ഹോൾഡേഴ്സിനും കിട്ടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ ബോണസ് ആയിട്ട് കിട്ടുന്ന ഷെയർസിൻ്റെ എണ്ണം കൂടുകയും ചെയ്യും. അതാണ് ഇഷ്യൂയിങ് ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. അതാണ് നമുക്കിതിൽ കൂടുതലായിട്ടും പഠിക്കാനുള്ളത്. മറ്റൊന്ന് ബൈ മേക്കിംഗ് പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ഇൻ ടു ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ്. കമ്പനി നമുക്കറിയാം ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഷെയറിൻ്റെ മണി റിസീവ് ചെയ്യുന്നത്. അപ്ലിക്കേഷൻ മണി, അലോട്ട്മെൻറ്റ് മണി, ഫസ്റ്റ് കോൾ മണി, ഫൈനൽ കോൾ മണി എന്നിങ്ങനെ 4 ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ കമ്പനിക്ക് ഏതൊക്കെ ഘട്ടങ്ങളിലാണോ ക്യാഷ് ആവശ്യമുള്ളത് ആ സമയങ്ങളിൽ ചിലപ്പോൾ അവരെന്ത് ചെയ്യും? ഫസ്റ്റ് കോൾ വിളിക്കും അല്ലെങ്കിൽ ഫൈനൽ കോൾ വിളിക്കും. അപ്പോൾ ഇങ്ങനെ കമ്പനി ചിലപ്പോൾ ഫൈനൽ കോൾ വിളിക്കാതെ വെച്ചിട്ടുണ്ടായിരിക്കും. ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി വരികയാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ വിളിക്കാം എന്ന് കരുതി അവർ മാറ്റി വെക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു കമ്പനി വലുതായിട്ട് അവർക്ക് ഒരുപാട് പ്രോഫിറ്റ് ഉണ്ട്, അവർ ബോണസ് ഷെയർസ് കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെയെങ്കിൽ കമ്പനി എന്ത് ചെയ്യും? ഈ പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് ആണല്ലോ ഇപ്പോൾ കമ്പനിയിലുള്ളത്, അതിനെ ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കി മാറ്റും. എന്നുവെച്ചാൽ ബോണസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഷെയർ ആയിട്ടും കൊടുക്കില്ല, ക്യാഷ് ആയിട്ടും കൊടുക്കില്ല. അതിനെന്ത് ചെയ്യും? കമ്പനിയിൽ ഷെയർ ഹോൾഡേഴ്സ് ഇനി എന്ത് ചെയ്യണം? പണം ഇങ്ങോട്ട് കൊടുക്കാനുണ്ട്. ഫൈനൽ കോൾ ആയിട്ട് ആര് കൊടുക്കണം? ഷെയർ ഹോൾഡേഴ്സ് കൊടുക്കണം. അപ്പോൾ അതിന് പകരം ഷെയർ ഹോൾഡേഴ്സിനോട് കമ്പനി പറയും, നിങ്ങൾ ഇനി ആ ഫൈനൽ കോൾ മണി തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കിട്ടാനുള്ള ബോണസിന് ഞങ്ങൾ അങ്ങോട്ട് കൺവേർട്ട് ചെയ്തോളാം എന്ന് പറയും. അതാണ് മൂന്നാമത്തെ മെത്തേഡ്, ബൈ മേക്കിംഗ് പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ഇൻ ടു ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ്. ഇനി ക്യാഷ് ബോണസ്. ഇറ്റ് മീൻസ് ബോണസ് പെയ്ഡ് ഇൻ ദി ഫോം ഓഫ് ക്യാഷ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ക്യാഷ് ആയിട്ടാണ് ബോണസ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് ക്യാഷ് ബോണസ് എന്ന് പറയുന്നത്.
നെക്സ്റ്റ്, എ കമ്പനി പേയ്സ് ബോണസ് ഇൻ ക്യാഷ് അണ്ടർ ദി ഫോളോയിങ് സർക്കംസ്റ്റാൻസസ്. എങ്ങനെയൊക്കെയാണ് കമ്പനി, ഏതെല്ലാം സമയങ്ങളിലാണ് കമ്പനി ഇങ്ങനെ ക്യാഷ് ബോണസ് കൊടുക്കാറുള്ളത്? അതിൽ ഫസ്റ്റ് സിറ്റുവേഷൻ ആണ് വെൻ എ കമ്പനി ഹാസ് സഫിഷ്യൻറ്റ് ആൻഡ് എക്സ്ട്രാ എമൗണ്ട് ഓഫ് ക്യാഷ്. കമ്പനിക്ക് വർക്കിംഗ് ക്യാപിറ്റലിന് ആവശ്യമുള്ളതിനേക്കാളും ഒരുപാട് ക്യാഷ് കമ്പനിയിലുണ്ട്, ക്യാഷ് അത്രയും സർപ്ലസ് ആണ് എന്നുണ്ടെങ്കിൽ കമ്പനി എന്ത് ചെയ്യാം? ക്യാഷ് ബോണസ് കൊടുക്കാം. രണ്ടാമത്തെ, വെൻ കമ്പനി ഡസ് നോട്ട് വാണ്ട് ടു റൈസ് ദ റേറ്റ് ഓഫ് ഡിവിഡൻഡ്. കമ്പനി റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഇൻക്രീസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എന്നാണെങ്കിലും കമ്പനി എന്ത് ചെയ്യും? ഇങ്ങനെ ക്യാഷ് ബോണസ് ആയിട്ട് കൊടുക്കും. നെക്സ്റ്റ്, ബോണസ് ഷെയർസ് ഓർ ബോണസ് ഇഷ്യൂ. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് യു മീൻ ബൈ ബോണസ് ഇഷ്യൂ? എക്സ്പ്ലെയിൻ ദി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ബോണസ് ഇഷ്യൂ. 2018 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നമുക്കറിയാം, നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് ബോണസ് ഷെയർസ് എന്നുള്ളത്. Bonus shares are free shares issued to the existing equity shareholders out of accumulated profit. നമ്മൾ പറഞ്ഞു, കമ്പനിയിൽ ഒരുപാട് അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് അല്ലെങ്കിൽ സർപ്ലസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്നാണ് കമ്പനി എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ബോണസ് ഷെയർസ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനാണല്ലോ ഇത് കൊടുക്കുന്നത്. അവർക്ക് ഫ്രീ ആയിട്ടാണ് എന്ത് കിട്ടുന്നത്? ബോണസ് ഷെയർസ് കിട്ടുന്നത്. നെക്സ്റ്റ്, വെൻ എ കമ്പനി ഇഷ്യൂ ബോണസ് ഷെയർസ് ഇറ്റ്സ് റിസർവ് ഓർ പ്രോഫിറ്റ്സ് ആർ കൺവേർട്ടഡ് ഇൻ ടു ക്യാപിറ്റൽ. ഇങ്ങനെ ബോണസ് ഷെയർസ് കൊടുക്കുന്ന സമയത്ത് നമുക്കറിയാം, പുതിയതായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുന്നൊന്നുമില്ല, പക്ഷെ ഷെയറുകളുടെ എണ്ണം കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രോഫിറ്റിനെ എന്താക്കി മാറ്റുകയാണ്? ഷെയർ ക്യാപിറ്റലാക്കി കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അക്യുമുലേറ്റഡ് പ്രോഫിറ്റിൽ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഒരുപാട് പ്രോഫിറ്റ് ഉണ്ട്, അതിൽ നിന്നുള്ള പ്രോഫിറ്റ് എടുത്ത് ഷെയർ ക്യാപിറ്റലാക്കി കൺവേർട്ട് ചെയ്യുക. അതാണ് ഇവിടെ ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് റിസർവ് ഓർ പ്രോഫിറ്റ്സ് ആർ കൺവേർട്ടഡ് ഇൻ ടു ക്യാപിറ്റൽ. ഇപ്പോൾ കമ്പനിയിലുള്ള പ്രോഫിറ്റിനെ എന്താക്കി മാറ്റുകയാണ് നമ്മൾ ചെയ്യുന്നത്? ഷെയർ ക്യാപിറ്റലാക്കി കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ബോണസ് ഇഷ്യൂ ഈസ് കോൾഡ് ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ്സ് ഓർ ക്യാപിറ്റലൈസേഷൻ ഓഫ് റിസർവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോണസ് ഇഷ്യൂവിനെ പറയുന്ന മറ്റൊരു പേരാണ് ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ്. ക്യാപിറ്റലാക്കി മാറ്റുമല്ലോ, പ്രോഫിറ്റ് ക്യാപിറ്റലാക്കി മാറ്റുന്നു. അപ്പോൾ ആ ഒരു പേരും കൂടെ ബോണസ് ഇഷ്യൂവിനുണ്ട്. അടുത്തത് ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. അതിൽ ഫസ്റ്റിൽ ടു ദി ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന് ഇങ്ങനെ ബോണസ് ഷെയർസ് കിട്ടുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഗെറ്റ് അഡീഷണൽ ഷെയർസ് വിത്തൗട്ട് പേയിങ് ക്യാഷ്. നമ്മൾ പറഞ്ഞു, അവർക്ക് ബോണസ് ആയിട്ട് ഷെയർ ആണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് എക്സ്ട്രാ ഷെയർസ് കിട്ടണം. നമുക്കറിയാം, ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ ഒക്കെ ഓരോ കമ്പനിയുടെയും പെർഫോമൻസ് അനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് ആ ഒരു സിറ്റുവേഷനിൽ എക്സ്ട്രാ ഷെയർസ് കിട്ടുമ്പോൾ അത് വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് വിൽക്കുമ്പോൾ അവർക്ക് ഒന്നും കൂടെ ക്യാഷ് കിട്ടും. അതല്ലെങ്കിൽ അവർക്കത് ഹോൾഡ് ചെയ്ത് വെക്കാം, ഫ്യൂച്ചറിൽ അതിലേറെ റിട്ടേൺസ് കിട്ടും. അപ്പോൾ എന്ത് തന്നെ ആയാലും ഷെയർ ഹോൾഡേഴ്സിന് ഇവിടെ എന്ത് കിട്ടുന്നുണ്ട്? അഡീഷണൽ ഷെയർസ് കിട്ടുന്നുണ്ട്, യാതൊരുവിധ ക്യാഷും കൊടുക്കാതെ. രണ്ടാമത്തെയാണ് നോട്ട് റിക്വയർഡ് ടു പേ ഇൻകം ടാക്സ് ഓൺ ബോണസ് ഷെയർസ്. ബോണസ് ഷെയർസിന് എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഷെയർ ഹോൾഡേഴ്സ് സാധാരണ ഡിവിഡൻഡ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കാൻ അവർ റെസ്പോൺസിബിൾ ആണ്. പക്ഷേ ഇങ്ങനെ ബോണസ് ഷെയർസ് ആണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അതിനെന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതും അവർക്കൊരു ബെനിഫിറ്റാണ്. നെക്സ്റ്റ്, ഷെയർ ഹോൾഡർ ക്യാൻ ഏൺ പ്രോഫിറ്റ് ബൈ സെല്ലിങ് ഇറ്റ്. നേരത്തെ പറഞ്ഞിരുന്നു, സ്റ്റോക്ക് മാർക്കറ്റിൽ എന്ത് ചെയ്യാം? ഇവർക്ക് ഈ ഷെയർ കൊണ്ടുപോയിട്ട് വിൽക്കണമെങ്കിൽ വിൽക്കാം. അപ്പോൾ അതിലൂടെ അവർക്ക് എന്ത് ചെയ്യാം? ഒരു റേറ്റ് കിട്ടാവുന്നതാണ്. കാരണം ഇവിടെ ഫ്രീ ഓഫ് കോസ്റ്റിനാണ്, ഒരു ക്യാഷും കൊടുക്കാതെയാണ് കിട്ടുന്നത്. അതവർക്ക് മാർക്കറ്റിൽ കൊണ്ടുപോയാൽ ആ കമ്പനിയുടെ അന്നത്തെ മാർക്കറ്റ് പ്രൈസ് എന്താണോ അതവർക്ക് കിട്ടും. ദെൻ ഫോർത്ത് പോയിന്റ് ആണ് ഗെറ്റ് ഇൻക്രീസ്ഡ് ഡിവിഡൻഡ് ഇൻ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ ഡിവിഡൻഡ് ഒക്കെ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിവിഡൻഡ് റേറ്റ് കൂടുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ഷെയറിൻ്റെ ബേസിലല്ലേ കിട്ടുക. സ്വാഭാവികമായിട്ടും ഇവിടെ ഓൾറെഡി അവർ എടുത്തതുണ്ടായിരിക്കും, പിന്നെ അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് കിട്ടിയ ഷെയർസ് ഉണ്ടായിരിക്കും. അപ്പോൾ ടോട്ടൽ ഷെയർസിന് മുകളിൽ കിട്ടുമ്പോൾ അവർക്ക് ഡിവിഡൻഡ് കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുമുണ്ട്. ഇനി കമ്പനിക്കുള്ള അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഇറ്റ് ഡസ് നോട്ട് അഫക്റ്റ് ദ ലിക്വിഡിറ്റി ഓർ വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മൾ പറഞ്ഞു, ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റലിനെ അഫക്റ്റ് ചെയ്യും. പക്ഷേ ഇവിടെ എന്തില്ല? ക്യാഷ് ആയിട്ടല്ലല്ലോ കൊടുക്കുന്നത്. പ്രോഫിറ്റിനെ നമ്മൾ എന്താക്കി മാറ്റുകയാണ്? ക്യാപിറ്റലാക്കി മാറ്റുകയാണ്, ഷെയർ ക്യാപിറ്റലാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കമ്പനിയുടെ ലിക്വിഡിറ്റിയെയോ അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിനെയോ ഒന്നും തന്നെ ബാധിക്കുന്നില്ല. നെക്സ്റ്റ്, ദ കോസ്റ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് ഈസ് നെഗ്ലിജിബിൾ. ഇവിടെ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനുള്ള കോസ്റ്റ് ഒന്നും തന്നെ വരുന്നില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് ചെറിയൊരു പോർഷൻ മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് നമ്മളൊരു ഫ്രഷ് ഇഷ്യൂ നടത്തുകയാണെങ്കിൽ ഒരുപാട് കോസ്റ്റ് കമ്പനിക്ക് വരും. ഇവിടെ അത്തരത്തിലുള്ള എക്സ്പെൻസ് കമ്പനിക്ക് വരുന്നില്ല.
നെക്സ്റ്റ് തേർഡ് പോയിന്റ്, ഇറ്റ് ഇൻക്രീസസ് ദ ക്രെഡിറ്റ് വർത്തിനെസ് ആൻഡ് ഗുഡ് വിൽ. ബോണസ് ഷെയർസ് ഒക്കെ ഇഷ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ആ കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ ഇൻക്രീസ് ചെയ്യും, ഗുഡ് വിൽ ഇൻക്രീസ് ചെയ്യും, ക്രെഡിറ്റ് വർത്തിനെസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അത്രയും കപ്പാസിറ്റി കമ്പനിക്ക് നേടിയെടുക്കാൻ പറ്റുന്നുണ്ട്. പബ്ലിക്കിൻ്റെ ഇടയിൽ നല്ലൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ലാസ്റ്റ് പോയിന്റ്, നോ ടാക്സ് ഈസ് പേബിൾ ഓൺ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്. കമ്പനിയും സാധാരണ ഡിവിഡൻഡ് കൊടുക്കണമെങ്കിൽ ഡിവിഡൻറ്റിൻ്റെ മുകളിൽ കമ്പനി എന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കണം. പക്ഷേ ഇവിടെ ബോണസ് ഷെയർസിന് മുകളിൽ കമ്പനിയും എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ഷെയർ ഹോൾഡേഴ്സിനുള്ള ഡ്രോബാക്കുകളാണ്. വെൻ എ കമ്പനി ഇഷ്യൂ ബോണസ് ഷെയർസ്, നമ്പർ ഓഫ് ഷെയർസ് ഇൻക്രീസസ്, സോ ഡിവിഡൻഡ് പെർ ഷെയർ റെഡ്യൂസ്ഡ്. നമ്മൾ പറഞ്ഞു ഓൾറെഡി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനാണ് ഇത് കൊടുക്കുന്നത്. അവരുടെ കയ്യിൽ ഒരുപാട് ഷെയർസ് ഉണ്ട് താനും. ഇനി ഒരുപാട് എക്സ്ട്രാ ഷെയർസ് കിട്ടുമ്പോൾ, എല്ലാവർക്കും ഇങ്ങനെ എക്സ്ട്രാ ഷെയർസ് കിട്ടുമ്പോൾ ഒരുപാട് ഷെയർസിൻ്റെ എണ്ണം കൂടും. ഷെയർസിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കിട്ടുന്ന ഡിവിഡൻറ്റും കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ 1,00,000 രൂപ 10 ആൾക്ക് കൊടുക്കുന്നതും 1,00,000 രൂപ 20 ആൾക്ക് കൊടുക്കുന്നതും ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു പോർഷൻ കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആളുകളുടെ എണ്ണം കൂടുന്തോറും കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ അല്ലെങ്കിൽ ഡിവിഡൻഡ് റേറ്റ് കുറയാനുള്ള സാധ്യതയുണ്ട്. EPS കുറയും. സെക്കൻഡ് പോയിന്റ്, ഇഫ് ദ റേറ്റ് ഓഫ് ഡിവിഡൻഡ് കനോട്ട് ബി മെയിൻറ്റെയിൻ, ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ് വിൽ ഫോൾ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അത് കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ ഇൻക്രീസ് ചെയ്യും എന്നുള്ളതൊക്കെ. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇങ്ങനൊരു റേറ്റ് ഓഫ് ഡിവിഡൻഡ് സ്റ്റേബിളായിട്ട് അല്ലെങ്കിൽ ഒരു നല്ല പൊസിഷനിൽ കമ്പനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല എന്നാണെങ്കിൽ അത് കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂവിനെ അഫക്റ്റ് ചെയ്യും. ഉള്ള വാല്യൂ കുറയാനുള്ളൊരു സാധ്യതയും അതിലുണ്ട്. തേർഡ് പോയിന്റ്, ഇഫ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ് ഫോൾസ്, ദ ഷെയർസ് കനോട്ട് ബി ഡിസ്പോസ്ഡ് ഓഫ് സോ ഈസിലി. കമ്പനിയുടെ വാല്യൂ സ്റ്റോക്ക് മാർക്കറ്റിൽ കമ്പനിയുടെ വാല്യൂ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സെയിൽ ചെയ്യാനൊക്കെ കഴിയും. പക്ഷേ മാർക്കറ്റ് വാല്യൂ കുറയുന്ന ഷെയർസ് വാങ്ങിക്കാൻ ആരും തന്നെ ഉണ്ടാകില്ല. അപ്പം അത്തരത്തിലൊരു ബുദ്ധിമുട്ട് ഷെയർ ഹോൾഡേഴ്സിന് നേരിടേണ്ടതായിട്ട് വരും. മാർക്കറ്റ് വാല്യൂ കുറഞ്ഞാൽ അത് നമുക്ക് വിൽക്കാൻ കഴിഞ്ഞോളണം എന്നില്ല. ചിലപ്പോൾ നഷ്ടത്തിലായിരിക്കും നമ്മൾ വിൽക്കേണ്ടി വരുന്നത്. നെക്സ്റ്റ്, ഇറ്റ് എൻകറേജസ് സ്പെക്കുലേഷൻ. ഇത് സ്പെക്കുലേഷൻ, ഊഹാപോഹങ്ങൾ, കമ്പനിയെ കുറിച്ചിട്ടുള്ള ഇല്ലാത്ത ഒരുപാട് റൂമേഴ്സ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ദിസ് ലീഡ്സ് ടു ഫ്ലക്ച്വേഷൻസ് ഇൻ മാർക്കറ്റ് വാല്യൂ. ഇതും മാർക്കറ്റിൽ കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ കുറയാനുള്ള ഒരു സാധ്യതയാണ് സ്പെക്കുലേഷൻ ഉണ്ടെങ്കിലും. നെക്സ്റ്റ്, ഇനി കമ്പനിക്കുള്ള ഡിസഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ഇഫ് ദ റേറ്റ് ഓഫ് ഡിവിഡൻഡ് കനോട്ട് ബി മെയിൻറ്റെയിൻ, ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ് മേ ഫോൾ. ആസ് എ റിസൾട്ട് ദ കമ്പനി റെപ്യൂട്ടേഷൻ മേ സഫർ. നമ്മൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു റേറ്റ് കമ്പനിക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല എന്നാണെങ്കിൽ അത് കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂവിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ കമ്പനി ഇത്രയും കാലം നേടിയെടുത്ത ആ ഒരു റെപ്യൂട്ടേഷൻ, ഗുഡ് വിൽ പെട്ടെന്ന് തന്നെ ഇല്ലാതായി പോകും. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് എൻകറേജസ് അൺഡിസൈറബിൾ സ്പെക്കുലേഷൻ. ഇതും നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സ്പെക്കുലേഷന് ഒരുപാട് അൺഡിസൈറബിൾ സ്പെക്കുലേഷൻ, കമ്പനിക്ക് ഹാനികരമായിട്ടുള്ള ഒരുപാട് സ്പെക്കുലേഷൻ ഇതെന്ത് ചെയ്യും, എൻകറേജ് ചെയ്യും. തേർഡ് പോയിന്റ്, ഇറ്റ് റെഡ്യൂസസ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്. നമ്മൾ പറഞ്ഞു ബോണസ് ഷെയർസ് കൊടുക്കുന്നത് കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്നാണ്. സ്വാഭാവികമായിട്ടും കമ്പനിയുടെ പ്രോഫിറ്റ് ഇവിടെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തത്, എക്സ്പെൻസസ് ലൈക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി വിൽ ഹാവ് ടു ബി ഇൻക്വേർഡ്. നമ്മൾ പറഞ്ഞു ഇതിന് യാതൊരുവിധ എക്സ്പെൻസും ഇല്ല, ബോണസ് ഷെയർസ് ചെയ്യാൻ യാതൊരുവിധ എക്സ്പെൻസും ഇല്ല, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ ചെറിയൊരു പോർഷനേ ഉള്ളൂ എന്ന്. പക്ഷെ എന്നിരുന്നാലും സ്റ്റാമ്പ് ഡ്യൂട്ടി, പ്രിൻറ്റിംഗ് എക്സ്പെൻസ്, സ്റ്റേഷനറി, ഇത്തരത്തിലുള്ള എക്സ്പെൻസ് ഒക്കെ എന്തായാലും കമ്പനിക്ക് ഒഴിച്ചുകൂടാനാവാത്തതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, പ്രോഫിറ്റ് അവൈലബിൾ ഫോർ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്. ഏതെല്ലാം പ്രോഫിറ്റാണ് നമ്മൾ ബോണസ് ഷെയർസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളത്? അതിൽ ഫസ്റ്റ് വണ്ണാണ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്, ഷെയർ പ്രീമിയം അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്, ജനറൽ റിസർവ്, സർപ്ലസ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവ്, ക്യാപിറ്റൽ റിസർവ്, ബാലൻസ് ഇൻ ഡിബഞ്ചർ റിഡംഷൻ റിസർവ്. ഇതിലുള്ള ഫണ്ടുകളൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബോണസ് ഷെയർസിന് വേണ്ടി യൂസ് ചെയ്യാം. നമ്മൾ പറഞ്ഞു കമ്പനിയിലുള്ള അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് കമ്പനി ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. പക്ഷേ എല്ലാ പ്രോഫിറ്റും നമുക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പറ്റുന്ന പ്രോഫിറ്റ്സുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ഒരു പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്, ഗീവ് ലിസ്റ്റ് ഓഫ് റിസർവ് വിച്ച് ആർ നോട്ട് അവൈലബിൾ ഫോർ ഇഷ്യൂ ബോണസ് ഷെയർസ്. ബോണസ് ഷെയർസിന് വേണ്ടി എടുക്കാൻ പാടില്ലാത്ത റിസർവുകൾ ഏതൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ക്യാപിറ്റൽ റിസർവ് അറൈസിംഗ് ഡ്യൂ ടു റീവാലുവേഷൻ ഓഫ് അസറ്റ്. ഒരു അസറ്റ് റീവാല്യൂ ചെയ്യുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന പ്രോഫിറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല. ദെൻ സെക്യൂരിറ്റി പ്രീമിയം അറൈസിംഗ് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ഓൺ അമാൽഗമേഷൻ ഓർ ടേക്ക് ഓവർ.
സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്നിരുന്ന ക്യാഷ് അമാൽഗമേഷൻ്റെയോ ടേക്ക് ഓവറിൻ്റെയോ ഭാഗമായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അങ്ങനെ കിട്ടുന്ന സെക്യൂരിറ്റി പ്രീമിയം ഇതിന് യൂസ് ചെയ്യാൻ പാടില്ല. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് അലവൻസ് റിസർവ്, ബാലൻസ് ഇൻ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ബിഫോർ റിഡംഷൻ ടേക്ക് പ്ലേസ്. റിഡംഷൻ നടത്തുന്നതിന് മുന്നേ എന്തെങ്കിലും ബാലൻസ് DRR അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ, DRR അക്കൗണ്ട് യൂസ് ചെയ്യുന്നതും കുഴപ്പമില്ല, പക്ഷേ അത് ഏതിന് ശേഷമായിരിക്കണം? ആഫ്റ്റർ ദി റിഡംഷന് ശേഷം ആയിരിക്കണം. അതിന് മുന്നേ ആണെങ്കിൽ കഴിയില്ല. നെക്സ്റ്റ്, സർപ്ലസ് അറൈസിങ് ഫ്രം ചേഞ്ച് ഇൻ ദി മെത്തേഡ് ഓഫ് ചാർജിങ് ഡിപ്രീസിയേഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള സർപ്ലസ്, ഡിപ്രീസിയേഷനുമായി ബന്ധപ്പെട്ടുള്ള സർപ്ലസ്, ഇത്രയും ഫണ്ടുകൾ എന്തിന് യൂസ് ചെയ്യാൻ പാടില്ല? ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി എടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് സ്റ്റോക്ക് സ്പ്ലിറ്റ്. Stock split is the process of reducing the face value of the shares of a company by dividing one share into two or more parts. സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞത് കമ്പനിയുടെ ഫേസ് വാല്യൂ റെഡ്യൂസ് ചെയ്യുക, ഇൻവെസ്റ്റേഴ്സിനെ കൂടുതൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഹാബിറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്പനിയുടെ ഷെയർ പ്രൈസ് എന്ത് ചെയ്യണം? അവർ ചെറുതാക്കി മാറ്റണം അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യണം. വൺ ഷെയർ ഇൻറ്റു ടു ഓർ മോർ പാർട്സ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മാർക്കറ്റിൽ ഒരു കമ്പനിയുടെ ഷെയറിൻ്റെ പ്രൈസ് 2000 രൂപയാണ് എന്നുണ്ടെങ്കിൽ ആ 2000 രൂപ എല്ലാവരും ചിലപ്പോൾ ഇൻവെസ്റ്റേഴ്സ് വാങ്ങിക്കാൻ തയ്യാറായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അവരെ കൂടുതൽ എൻകറേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ 2000 രൂപ എന്നുള്ള ഈ ഒരു ഷെയറിനെ 4 ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഒരു ഷെയറിൻ്റെ പ്രൈസ് 500 രൂപയായിരിക്കും. സ്വാഭാവികമായിട്ടും 2000 രൂപ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല, ഒരു ഷെയർ നമുക്ക് 500 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ ആൾറെഡി 2000 രൂപയുടെ ഷെയർ ഉള്ള ആളുടെ കയ്യിൽ 4 ഷെയർ ഉണ്ടായിരിക്കും. ഓൾറെഡി 2 ഷെയർ ഉള്ള ആളുടെ കയ്യിൽ 8 ഷെയർ ഉണ്ടായിരിക്കും. അങ്ങനെ കമ്പനിയുടെ ഫേസ് വാല്യൂ റെഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ദ ഒബ്ജക്റ്റ് ഓഫ് സ്റ്റോക്ക് സ്പ്ലിറ്റ് ഈസ് ടു മേക്ക് ദ ഷെയർസ് അഫോർഡബിൾ ടു സ്മോൾ ഇൻവെസ്റ്റേഴ്സ്. എല്ലാ ഇൻവെസ്റ്റേഴ്സിനും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റേറ്റ് ആക്കി മാറ്റുകയാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, റൈറ്റ് ഷെയർസ് ആൻഡ് റൈറ്റ് ഇഷ്യൂ. A right issue is an invitation to existing shareholders to purchase additional new shares in the company. കമ്പനിക്ക് കൂടുതൽ ഡെവലപ്മെൻറ്റ് ആവശ്യമാകുന്ന സ്റ്റേജിൽ ഇനിയും ഒരുപാട് ഫണ്ട് ആവശ്യമുണ്ടായിരിക്കും. അങ്ങനെ ഫണ്ട് ആവശ്യമുണ്ടാകുമ്പോൾ കമ്പനി എന്ത് ചെയ്യും? പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യാൻ തീരുമാനിക്കും. അങ്ങനെ പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഓൾറെഡി ഉള്ള, ദാറ്റ് മീൻസ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനായിരിക്കും ആദ്യം ഓഫർ ചെയ്യുന്നത്. അവരോട് പറയും, നിങ്ങൾക്ക് ഇങ്ങനെ ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്, വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്കൊരു ഓഫർ കൊടുക്കും. അവർ വില്ലിംഗ് ആണെങ്കിൽ അവർക്കായിരിക്കും ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. ഇങ്ങനെ അവർക്ക് കിട്ടുന്നൊരു ബെനിഫിറ്റ്, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നൊരു ബെനിഫിറ്റ് എന്താണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറഞ്ഞ പ്രൈസിനായിരിക്കും എന്ത് കൊടുക്കുന്നുണ്ടായിരിക്കുക? ഈ റൈറ്റ് ഷെയർ കൊടുക്കുന്നുണ്ടായിരിക്കുക. When the right, the shareholder can purchase new shares at a discounted rate. For example, ഇപ്പോൾ മാർക്കറ്റിൽ 200 രൂപയാണ് ഷെയറിൻ്റെ പ്രൈസ് എന്നുണ്ടെങ്കിൽ അവർക്ക് കമ്പനി ഇത് ഓഫർ ചെയ്യുന്നത് 150 രൂപയ്ക്കായിരിക്കും. അപ്പോൾ അവർക്കവിടെ 50 രൂപ ലാഭമാണ്. കാരണം മാർക്കറ്റിൽ നിന്ന് 200 രൂപയ്ക്ക് വാങ്ങുന്ന ഷെയർ ഇവിടെ 150 കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഷെയറാണ് എന്ത്? റൈറ്റ് ഷെയർ അല്ലെങ്കിൽ റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാല്യൂ ഓഫ് റൈറ്റ്. കമ്പനി ഓഫേഴ്സ് റൈറ്റ് ഇഷ്യൂ അറ്റ് എ പ്രൈസ് വിച്ച് ഈസ് ലോവർ ദാൻ ദി മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ഷെയർ. നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഈ റൈറ്റ് ഷെയർ കൊടുക്കുന്നത് മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറഞ്ഞ വിലയ്ക്കാണ്. സോ ദ മണി വാല്യൂ ഓഫ് സച്ച് അഡ്വാൻറ്റേജ് ഈസ് കോൾഡ് ദ വാല്യൂ ഓഫ് റൈറ്റ്. അപ്പോൾ ഇങ്ങനെ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന ഈ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടല്ലോ, മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറഞ്ഞ വിലയ്ക്ക് കിട്ടുമ്പോഴുള്ള അഡ്വാൻറ്റേജ്, അതിന് പറയുന്ന പേരാണ് വാല്യൂ ഓഫ് റൈറ്റ് എന്നുള്ളത്. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ഓഫ് റൈറ്റ് ഇഷ്യൂ. അതിൽ റൈറ്റ് ഇഷ്യൂ കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫസ്റ്റിൽ കമ്പനിക്കുള്ള അഡ്വാൻറ്റേജ് ആണ്. ഇഷ്യൂ കോസ്റ്റ് ആർ ലോവർ. നമുക്ക് ഒരു ഫ്രഷ് ഇഷ്യൂ നടത്തുമ്പോൾ പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യണം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് എക്സ്പെൻസുകളുണ്ട്. അത്തരത്തിലുള്ള ഒരു എക്സ്പെൻസും തന്നെ റൈറ്റ് ഇഷ്യൂമായി ബന്ധപ്പെട്ട് കമ്പനിക്ക് വരുന്നില്ല. രണ്ടാമത്തെയാണ്, ഇഷ്യൂ ഈസ് മെയ്ഡ് അറ്റ് ഡയറക്ഷൻ ഓഫ് ദി ഡയറക്ടേഴ്സ്. ഡയറക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലുള്ള ഒരു അറ്റംപ്റ്റ് കമ്പനി നടത്തുന്നത്. തേർഡ് പോയിന്റ്, ഇറ്റ് ഇംപ്രൂവ് ദ ഇമേജ് ഓഫ് ദി കമ്പനി. സ്വാഭാവികമായിട്ടും കമ്പനിയുടെ ഗുഡ് വില്ല് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് റൈറ്റ് ഇഷ്യൂ ഒക്കെ നടത്തുമ്പോൾ അത് അഡ്വാൻറ്റേജ് ഉണ്ട്. ആർക്ക്? ഷെയർ ഹോൾഡേഴ്സിന് അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കമ്പനിയുടെ ഇമേജ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഫോർത്ത് പോയിന്റ്, റേസിംഗ് ക്യാപിറ്റൽ ഈസ് മോർ സർട്ടൻ ദാൻ ഇൻ കേസ് ഓഫ് പബ്ലിക് ഇഷ്യൂ. നമുക്ക് ഇത്തരത്തിലുള്ള ക്യാപിറ്റൽ എന്തായാലും കിട്ടും എന്നുള്ളത് നമുക്ക് ഷുവർ ആയിരിക്കും. ഇപ്പോൾ ഒരു പബ്ലിക് ഇഷ്യൂ നടത്തുമ്പോൾ
അരിയേഴ്സ് സംഭവിക്കാനും അല്ലെങ്കിൽ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത അത്രയും നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കില്ല. എന്തായാലും ക്യാപിറ്റൽ നമുക്ക് ഷുവറായിട്ടും റേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ഷെയർ ഹോൾഡേഴ്സിനുള്ള അഡ്വാൻറ്റേജ് ആണ് ഗെറ്റ് ഷെയർസ് അറ്റ് എ ഡിസ്കൗണ്ടഡ് റേറ്റ്. മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറഞ്ഞ വിലയ്ക്കായിരിക്കും ഷെയർ ഹോൾഡേഴ്സിന് ഇത് കിട്ടുന്നത്. രണ്ടാമത്തെയാണ് ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രിസർവിംഗ് ദ കൺട്രോൾ ഓഫ് ദി കമ്പനി ഇൻ ദി ഹാൻഡ് ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. ഒരു പബ്ലിക് ഇഷ്യൂ ആണ് നടത്തുന്നത് എന്നുണ്ടെങ്കിൽ ഒരുപാട് ഷെയർ ഹോൾഡേഴ്സ് ഇനിയും കമ്പനിയിലേക്ക് വരും. അപ്പോൾ ഓൾറെഡി ഒരു 10 ഷെയർ ഹോൾഡേഴ്സ് ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ പബ്ലിക് ഇഷ്യൂ നടത്തുമ്പോൾ ഒരു 20 ആൾ ഇനിയും എക്സ്ട്രാ വരും. അത്രയും ആളുകളുടെ കയ്യിൽ എന്ത് ചെയ്യും, കമ്പനിയുടെ ആ ഒരു കൺട്രോളിങ് പവർ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കും. പക്ഷേ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് മാത്രമാണ് ഇത് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ കൺട്രോളിങ് പവർ പുറത്തു പോകുന്നില്ല. അവർ തന്നെയായിരിക്കും ഈ ഒരു റൈറ്റ് എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കും, ഒരു കൺട്രോളിങ് പവർ എൻജോയ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള അഡ്വാൻറ്റേജും ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. ഇനി ഇതിലുള്ളൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിട്ടുള്ളത്. XY Limited has